കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മഹത്തരമായ പ്രകാശത്തിലേക്ക്. പുലർക്കാലത്തിൻ്റെ നിശബ്ദതയിൽ കിഴക്കേ ആകാശത്ത് ഉദയസൂര്യൻ പ്രകാശിതമാകുമ്പോൾ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ഓരോ അവസാനവും ഓരോ പുതിയ തുടക്കം ഉൾക്കൊള്ളുന്നു. ഇതാണ് പ്രിയമുള്ളവരെ ഈസ്റ്ററിന്റെ ഹൃദയധ്വനി. ഇതൊരു വെറും കഥയല്ല, മറിച്ച് ചരിത്രത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രത്യാശയുടെ സാക്ഷ്യമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ വിജയം, മരണത്തെ അതിജീവിച്ച ജീവന്റെ വാഗ്ദാനം, സകലവും അവസാനിച്ചുവെന്ന് എല്ലാവരും എഴുതിത്തള്ളിയ വേളയിൽ ഒരു പുതുനാമ്പായി, പുതുജീവനായി, പുതിയ അനുഭവമായി അവൻ വരികയാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ വയോധികരായ സ്ത്രീകൾ ഒരു ലളിതമായ കല്ലറയുടെ വാതിലിനരികിൽ ശേഷക്രിയകൾ നടത്തുവാനായി മൃതശരീരം തേടി എത്തുകയാണ്. അവർ വരുമ്പോൾ കല്ല് നീങ്ങിയിരിക്കുന്നതായി കാണുന്നു. ആരും നീക്കിയതായി അറിയുകയില്ല. എന്നാൽ അവർ അന്വേഷിച്ച ആ മൃതശരീരം അവിടെ കണ്ടെത്തുവാൻ അവർക്ക് കഴിയുന്നില്ല. അതൊരു ശൂന്യമായ കല്ലറയായിരുന്നു. ഇതൊരു ഐഹിക കഥയുടെ ഒരു ഏടല്ല. ഇതാ ആദ്യ ദൃക്സാക്ഷികൾ രേഖപ്പെടുത്തിയാണ്. പിന്നീട് ചരിത്രകാരന്മാരും പുരാവസ്തു ശാസ്ത്രജ്ഞന്മാരും ആവർത്തിച്ച് പരിശോധിച്ച ഒരു യാഥാർത്ഥ്യമാണ്. കല്ലറ ശൂന്യമായി. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ഒഴിഞ്ഞ കല്ലറ വല്ലാത്ത ഒരു ശക്തിയാണ് പ്രദാനം ചെയ്യുന്നത്. The empty tomb is a source of power. ജീവിതത്തിന് അനിശ്ചിതത്വങ്ങൾ കെട്ടപ്പെട്ടവരായ നമുക്ക് കൈകാലുകൾ കൂട്ടിക്കെട്ടിയ കീറ്റുശീലുകളാൽ പൊതിയപ്പെട്ട മുറിവേറ്റവനായ, മരണത്തെ കുലുകിയവനായ യേശുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കാം. എല്ലാം അവസാനിച്ചുവെന്ന് ആശ്വസിച്ച യഹൂദന്മാരെ പരിഭ്രമിപ്പിച്ച, എല്ലാം തങ്ങളുടെ കൈകളിൽ സുരക്ഷിതം എന്ന് വ്യാമോഹിച്ച കാവൽക്കാരെ അന്ധാളിപ്പിച്ച, ഭീമാകാരമായ കല്ലിന്റെ രൗദ്രഭാവത്തെ ഒരു മഞ്ഞൻ കണം പോലെ ഊതിമാറ്റിയ യേശുവിന്റെ ശക്തി, ആ ശക്തി ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാം. ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല. കാരണം എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റവനാണ്. അതേ പ്രിയമുള്ളവരെ, ഈസ്റ്റർ ഒരു ശക്തിയാണ്. ഈസ്റ്റർ ഈസ് എ സോഴ്സ് ഓഫ് പവർ. ഒന്നും കൂടെ തുടങ്ങുവാനും ശക്തിയും പ്രചോദനവും ഈസ്റ്ററിൽ നമുക്ക് ലഭിക്കട്ടെ. ഈസ്റ്റർ ഒരു പ്രത്യാശയാണ്. ഈസ്റ്റർ ഈസ് എ സോഴ്സ് ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ പുനർനിർമ്മാണം പ്രഖ്യാപിക്കുന്ന ദിവ്യമായ ഒരു വെളിയായിരുന്നു ഈ ഈസ്റ്റർ. ഈ വർത്തമാനം തലമുറകളായി നാം പകർന്നു കൊടുക്കുന്നു. ഇന്ന് അതിന്റെ പുനർധ്വനി നമ്മുടെ ഇടയിലുണ്ട്. തലമുറകളായി സാത്താന്റെ അടിമത്തത്തിൽ പാതാളത്തിൽ കിടന്നവരുടെ അരികിലേക്ക് ചെന്ന് അവരിൽ ഒരു പുതുജീവന്റെ പ്രത്യാശ പകർന്ന യേശു ക്രിസ്തുവിന്റെ പുതുജീവന്റെ പ്രത്യാശയാണ് ഈസ്റ്റർ. പോസിറ്റീവ് സൈക്കോളജിയും ന്യൂറോ സയൻസും നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നത് ഇവിടെയാണ്. പ്രത്യാശ എന്നതൊരു ആശയമല്ല, മറിച്ച് മനുഷ്യനെ പുനർനിർമ്മിക്കുവാനും പ്രതിസന്ധികളെ അതിജീവിക്കുവാനും ശക്തിയേകുന്ന ഒരു ജീവിത മാർഗമാണ് പ്രത്യാശ. പ്രത്യാശയുള്ളവർ തിരിച്ചടികളിൽ നിന്നും പുതുജീവൻ ഉൾക്കൊണ്ട വേഗത്തിൽ പുനരുജ്ജീവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അവർക്ക് ഉള്ളിൽ നിന്ന് ഉയരുന്ന ആകാംക്ഷയും ദൗത്യബോധവും ഒരു പുതുവാഴ്വിന് ദിശയാകും. ഈസ്റ്റർ ഈസ് എ സോഴ്സ് ഓഫ് ലൈറ്റ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഈസ്റ്ററിന്റെ ഈ സന്ദേശം ദീപ്തി ഉളവാക്കുന്നതായ മാറ്റങ്ങളെ ഉണ്ടാക്കുന്നു. പാതാളത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവരുടെ ഇടയിലേക്ക് ഒരു വെളിച്ചമായി കടന്നു ചെന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുവെളിച്ചമായി തീരട്ടെ. സംശയത്തിന്റെയും അവിശ്വാസത്തിന്റെയും അന്ധകാരത്തിൽ കഴിയുന്ന, സംഘർഷഭരിതമായ പ്രദേശങ്ങളിലും മറ്റ് ഇടങ്ങളിലും കഴിയുന്ന ജനങ്ങൾക്ക് ഒരു പ്രത്യാശയുടെ പ്രകാശം ഈ ഈസ്റ്റർ നമുക്ക് നൽകുന്നു. ഒരിക്കൽ തളർന്നുപോയ സമൂഹങ്ങൾ ഇപ്പോൾ കഠിനതയുടെ ചാരത്തിൽ നിന്നും പുതിയ ഭാവിയിലേക്കുള്ള പ്രതീക്ഷയിൽ കരുത്തോടെ നിലകൊള്ളുവാൻ ഈ ഈസ്റ്റർ ഇടയാക്കട്ടെ. ശൂന്യമായ കല്ലറ ഓരോ ഹൃദയങ്ങളോടും വിളിച്ചു പറയുന്നു, ഈ നിങ്ങളുടെ ഇരുട്ടിനപ്പുറത്ത് ഒരു പുലരിയുണ്ട്. ഈസ്റ്റർ ഈസ് എ വിക്ടറി ഓഫ് ഗുഡ് ഓർ ഈവിൾ. തിന്മയുടെ വിജയം താൽക്കാലികമാണ്. നന്മ ചെയ്യുന്നവർക്ക് മാത്രമേ ആത്യന്തികമായ വിജയം ഉണ്ടാവുകയുള്ളൂ. അതേ പ്രിയമുള്ളവരെ, സാത്താൻ ലോകത്തെ കീഴ്പ്പെടുത്തിയെങ്കിൽ ആ സാത്താനെ കീഴ്പ്പെടുത്തുവാൻ യേശു ക്രിസ്തുവിന് സാധിക്കുന്നു. ഇത് തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ്.
ഈസ്റ്റർ ഒരു പ്രതീകാത്മകമായ കഥയല്ല, മറിച്ച് അത് ഒരു സംഭവമാണ്. പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ 2 പത്രോസ് 1:16 പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട് സാക്ഷികളായി തീർന്നിട്ട്. പ്രവാചക വാക്യം അധിക സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുവോളം നിങ്ങളുടെ ഹൃദയത്തിൽ ഉദയ നക്ഷത്രം ഉദിക്കുക ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. പ്രിയമുള്ളവരെ, ഈ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഈസ്റ്റർ ദിനത്തിൽ ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ പുനർജനിക്കണം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പുനർജനിക്കണം. മറ്റുള്ളവർക്ക് പ്രത്യാശയും പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നതാകട്ടെ നമ്മുടെ ജീവിതം. നമ്മുടെ വിശ്വാസം വെറും ആധ്യാത്മികമായ തത്വമായി മാത്രം നിലനിൽക്കാതിരിക്കുവാൻ നമ്മെ യേശു വിളിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ അയൽക്കാരന്റെ ദുഃഖത്തിൽ പങ്കാളികളാകുന്ന, ആവശ്യമുള്ളവർക്ക് സഹായഹസ്തങ്ങളെ നീട്ടിക്കൊടുക്കുന്ന, ദയാപൂർവമായ ഓരോ പ്രവൃത്തിയും നമ്മൾ ഉണർത്തുന്ന ഓരോ വാക്കും ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാക്ഷ്യങ്ങളാണ്. പുതിയ തുടക്കത്തിന്റെ വാഗ്ദാനം ഇന്ന് നമ്മുടെ ഇടയിൽ ഉദിക്കട്ടെ. കർത്താവിന്റെ ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിന്റെ ശക്തിയും തേജസ്സുമായിരിക്കട്ടെ. നല്ല പ്രത്യാശയുള്ളവരായി, ശക്തിയുള്ളവരായി, ഹൃദയങ്ങളിൽ പ്രകാശത്തെ വഹിക്കുന്നവരായി നമുക്ക് പുതിയ വെളിച്ചത്തിലേക്ക് നമ്മെ തന്നെയും മറ്റുള്ളവരെയും നയിക്കാം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.